ഞാനതിന് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസ്സിന് ഉള്ള സ്പേസ് ഒരിക്കലും ചെറുതാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. കേരള കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വ്യക്തമാണ്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിനെ ശക്തിപ്പെടുത്തുക, നിലപാടുകൾ സ്വീകരിക്കുക, ഇതൊക്കെയാണ് കേരള കോൺഗ്രസ് നേരത്തെയും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ നിലപാടുകൾ വ്യക്തമാക്കി ആ മുന്നണിയുടെ ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ജനോപകാരപ്രദമായ കാര്യങ്ങൾ നേടിയെടുത്ത് ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പാർട്ടി പണ്ടേ ശീലിച്ചിട്ടുള്ളത്. ഇതാണ് മാനസാർ ഞങ്ങളെ പഠിപ്പിച്ച പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് മറ്റ് വിമർശനങ്ങൾക്കൊക്കെ ഇടയുണ്ടാകാം, പക്ഷെ അത് ഞങ്ങളെ യേശുന്ന പ്രശ്നമല്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലായിലും കടുത്തൂരിലും ഒരു ദയനീയമായ തോൽവി ഇടതുപക്ഷം നേരിട്ടിട്ടുണ്ട്. മാത്രമാണ് നിലമെച്ചപ്പെടുത്താൻ സാധിച്ചതെന്നാണ് പറയുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണല്ലോ. കേരളത്തിൽ എത്ര സീറ്റുകളാണ് LDF നിയമസഭ ജയിച്ചത്? എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായി. അങ്ങനെ കാലാകാലങ്ങളിൽ പരാജയത്തിൻ്റെയോ വിജയത്തിൻ്റെയോ മാത്രം അവസ്ഥ സംജാതമാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമല്ല കേരളം. തെറ്റുകളുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തും. എന്നാൽ കാണേണ്ട വിഷയം എന്താ? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളേക്കാൾ എത്രയോ വോട്ട് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പാലായിലും കടുത്തുരുത്തിയിലും. ഇന്നലെ പാലായിൽ ഞങ്ങളുടെ യുവജന സംഘടനയുടെ റാലിയായിരുന്നു. 1500-2000 കുട്ടികളിലാണ് ഇരുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിനകത്ത്. ആ നിലയിൽ ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തി ഗവൺമെൻറ് ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്തോട്ട് മറ്റു ചില വിമർശനങ്ങൾക്കൊന്നും ഇടയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.